പിന്നീട് അസുഖമായി. ആ കഴിവ് അള്ളാഹു എടുത്തു കളഞ്ഞു. എന്താ എടുത്തു കളയാനുള്ള കാരണം എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ കഴിവ് ഇന്നും അയാൾക്കുണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം മകന് വേണ്ടി, ശിഷ്യന് വേണ്ടി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങൾ വരെ മാറ്റിമറിച്ച് പ്രസംഗിച്ച് ആളുകളെ വസ്വാസാക്കും എന്നതുകൊണ്ടാണ് ആ കഴിവ് തന്നെ മശായിഖുമാർ എടുത്തു കളഞ്ഞത് എന്ന് ലോകർ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളെ ശൈഖന്മാർ യഥാർത്ഥ മശായിഖന്മാരാണെങ്കിൽ ആ കൈ വെട്ടി വേണ്ടിയിട്ട് ഉസ്താദിനെ ഇന്ന് ഹിഫ്ലും കാവലും നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ ഇപ്പം ഇങ്ങനെ കാവൽ നിങ്ങളെ ശൈഖന്മാർ നൽകേണ്ടത് നിങ്ങൾ പറയണ്ടല്ലോ. എ പി ഉസ്താദ് നിങ്ങളെ നേതാവാണെന്നും ഞങ്ങൾ എ പി ഉസ്താദിന്റെ യഥാർത്ഥ അനുയായികളാണെന്നും സി എം അലിതായി പറഞ്ഞിട്ടുണ്ട്. എന്തേ എ പി ഉസ്താദാണ് ഹക്കെന്നും എ പി ഉസ്താദ് പറഞ്ഞ ഉറപ്പാണ്, ഉറപ്പിൽ സി എം അലിതായി പറഞ്ഞ ഉറപ്പാണ്, ഉറപ്പിൽ മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ പ്രസംഗിച്ച നിങ്ങൾ ഉസ്താദിനെ ആരെങ്കിലും അങ്ങനെ പേപ്പിക്കുന്നുണ്ട് നിങ്ങൾ വാദം ഉണ്ടെങ്കിൽ ഉസ്താദിന് അതിന് കാവൽ കൊടുക്കല്ലേ വേണ്ടി മൊയ്താളെ നിങ്ങൾ മശായിഖന്മാർ ചെയ്യേണ്ടത്. എടുത്തു കളയില്ല. ആരപ്പോൾ എടുത്തു കളഞ്ഞെന്ന് ഇപ്പം പറഞ്ഞായി? മറ്റേ സ്വന്തം ഭാര്യനായിട്ട് ലോകം ഇവ മറവത്തുമാർക്കാതെ തെണ്ടി നടക്കണ ഓനെ എടുത്തു കളഞ്ഞ് തന്നെ. അതിന് ഓനെ എടുത്തു കളഞ്ഞ് ആദ്യം എടുക്കാൻ പഠിപ്പിക്കണ്ടേ? ഓൾത് ഫുള്ള് എടുത്തു കളഞ്ഞിക്കാണ്ട് നടക്കണ്ടേ അല്ലേ? സംഭവത്തിൽ ഊരിയത് ഓൾതാ ഓൻ്റെതും. ആ ഊരിയ കോലപ്പം നമ്മൾ കാണണ്ടേ. വല്ലാതെ അങ്ങോട്ട് പറപ്പിച്ചണ്ട, മനസ്സിലായോ? അത് ഇടാൻ നോക്കുക ആദ്യം, എന്നിട്ട് മറ്റുള്ളത് ഊരാ കേട്ടോ. അതിട്ടെടുക്കാൻ നോക്ക്. പിന്നെ നിങ്ങൾ ഊരലുണ്ടാവും. അത് ഞാൻ മുമ്പ് പറഞ്ഞേ, ഊരൽ ആരുടെയൊക്കെ ഒരു രജ് ഇജും അൻവരിയും കുഞ്ഞാമ്മൊക്കെ ഊരലുണ്ടാവും. ആ ഊരാ മതി നിങ്ങൾ. വേറെയുള്ളത് ഊരാനെടുക്കാൻ നടക്കണ്ട. എടുത്തു കളഞ്ഞിങ്ങനെയല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം ഇതിലാണെങ്കിൽ ചങ്ങായിമാരെ നിങ്ങൾ ഉസ്താദിന് കാവലല്ലേ നൽകേണ്ടത്? ഉസ്താദിനെ ആരെയും പേപ്പിക്കണമെങ്കിൽ ഒന്നും കൂടി പേപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്കി കൊടുക്കല തന്നെ. അതാ പറഞ്ഞ നിങ്ങൾ യഥാർത്ഥ ശൈഖന്മാരും മശായിഖന്മാരും നല്ലടോ. തള്ള ശൈത്താന്മാരാണ് നിങ്ങൾ എല്ലാവരും. അതെല്ലാവർക്കും മനസ്സിലാണ്ട്. ആ ശൈത്താനിയത്താൾ ഇങ്ങനെ കാണണ്ടേ സർവ്വ സ്ഥലത്തും.